വാണ്ട് ടു മേക്ക് യുവർ ഓഫർ ദാറ്റ് മച്ച് പുഷിങ്, അത്രയ്ക്ക് ഇറലവൻ്റായിട്ട് മാറ്റണമെങ്കിൽ നിങ്ങൾ ദാണ്ട് ഈ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് മനസ്സിലാക്കിയേക്കണം. ഐ ആം ഹിയർ ഫോർ സംവൺ, ഐ ആം നോട്ട് ഹിയർ ഫോർ എവരി വൺ. ഐ ആം ഹിയർ ഫോർ സംവൺ, നോട്ട് ഫോർ എവരി വൺ. എല്ലാവരെയും സെർവ് ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് പറ്റില്ല. വി ആർ ഹിയർ ടു സെർവ് സംവൺ. കുറച്ച് പേരെ മാത്രം സെർവ് ചെയ്യാൻ എടുക്കാവോ? അവരിൽ നിന്ന് എങ്ങനെ കൂടുതൽ ലാഭം കണ്ടെത്താൻ പറ്റുമെന്ന് ചിന്തിക്കാവോ? സ്വസ്ഥതയുണ്ടാകും, ബിസിനസ്സും വളരും. നാട്ടുകാരെ എല്ലാം കൊണ്ട് ഐഫോൺ എടുപ്പിക്കാൻ അങ്ങേരെ ഇറങ്ങിയോ? ഇല്ല. കുറച്ച് പേരിൽ നിന്ന് ആ ആളുകൾ ഒരു ശല്യം ഉണ്ടാക്കത്തില്ല, ഒരിടങ്ങേറും ഇല്ലാതെ ഒരുപാട് ലാഭം ഉണ്ടാക്കാം. ഐഫോൺ എന്താ പറയുന്നത്? വി ആർ നോട്ട് ഹിയർ ഫോർ എവരി വൺ, വി ആർ ഹിയർ ഫോർ സംവൺ. കുറച്ച് പേർക്ക്. ആ സംവണ്ണിന് എന്ത് വേണമെന്ന് മാത്രം നോക്കിയാൽ മതി. ആ കുറച്ച് പേർക്ക് എന്ത് വേണം? നിങ്ങൾക്ക് നല്ല കോമ്പറ്റീഷനുണ്ട്, അവർ നല്ല ഓഫർ ഇടുന്നുണ്ടെങ്കിൽ 3 ചോദ്യം. ഈ 3 ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുമ്പോൾ നിങ്ങൾക്ക് അവരെക്കാൾ മികച്ച ഓഫർ സെറ്റ് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ നമ്പർ 1, നമ്മൾ നമ്മളുടെ കോമ്പറ്റീറ്ററുടെ ഓഫറിനെ റിവ്യൂ ചെയ്യുകയാണ്. ഇന്നിപ്പോൾ ഞാനിവിടെ ഉണ്ട്, എൻ്റെ മാർക്കറ്റിൽ എൻ്റെ കോമ്പറ്റീറ്റർ 1, കോമ്പറ്റീറ്റർ 2, ദിസ് ഈസ് മീ. ഞാൻ നോക്കേണ്ടത് എന്താ? എൻ്റെ കോമ്പറ്റീറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിൽ നിന്ന് കസ്റ്റമർക്ക് ഇന്ന് കിട്ടാത്ത എന്ത് ബെനിഫിറ്റാണ് 10x സ്പീഡിൽ എനിക്ക് അവന് കൊടുക്കാൻ പറ്റുന്നത്, ഫാസ്റ്ററായിട്ട് കൊടുക്കാൻ പറ്റുന്നത്, ബെറ്ററായിട്ട് കൊടുക്കാൻ പറ്റുന്നത്. ഫാസ്റ്റർ, ബെറ്റർ ആൻഡ് ഈസിയർ. ഇന്ന് കോമ്പറ്റീറ്റേഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ഓഫറിനേക്കാൾ 10 ഇരട്ടി ഫാസ്റ്റായിട്ട്, ബെറ്ററായിട്ട്, ഈസിയറായിട്ട് എങ്ങനെ എൻ്റെ ഓഫർ അവിടെ കൊടുക്കാം? നമ്പർ 2, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ ഐ മേക്ക് മൈ ഓഫർ ഫീൽ ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്? മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെ എൻ്റെ ഓഫറിനെ പൊസിഷൻ ചെയ്യാം? നമ്പർ 3, ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗങ്ങളിലൊന്നാണ് അവൻ്റെ ഗൂഗിൾ റിവ്യൂ അല്ലെങ്കിൽ യൂട്യൂബ് റിവ്യൂ എടുത്ത് നോക്കുക. ഏറ്റവും കൂടുതൽ അവന് ബാഡ് റിവ്യൂ വരുന്നത് ഏതാണെന്ന് നോക്കുക. അതവൻ്റെ ഗ്യാപ്പാണ്. എന്താ? നമ്മുടെ കോമ്പറ്റീറ്ററുടെ ഗൂഗിൾ റിവ്യൂവിൻ്റെ അകത്ത് കയറി നോക്കുമ്പോൾ അതിൽ കിടക്കുന്ന ബാഡ് നെഗറ്റീവ് റിവ്യൂസ് ഉണ്ടല്ലോ, അതവൻ്റെ കസ്റ്റമർ അവനിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ട് കിട്ടാത്ത നമുക്ക് കയറാനുള്ള ഗ്യാപ്പാണ്. എന്ത് കാര്യമാണോ കസ്റ്റമേഴ്സ് അതിൽ കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അത് ഫിക്സ് ചെയ്യും. ആ കംപ്ലൈൻറ്റ് പറയുന്നവരെല്ലാം നമ്മുടെ കൂടെ വരും. കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഗൂഗിൾ റിവ്യൂവും ഫേസ്ബുക്ക് പേജും സോഷ്യൽ മീഡിയയിലും വരുന്ന നെഗറ്റീവ് കമൻറ്റ്സ് എടുത്ത് നോക്കണം. അപ്പോൾ മനസ്സിലാവും ഇവന് എന്താണ് കസ്റ്റമർ പ്രതീക്ഷിക്കുന്നതെന്ന് നമുക്ക് കിട്ടും. ആ നെഗറ്റീവിനെ നമ്മൾ പോസിറ്റീവാക്കി അത് അങ്ങോട്ട് ഫില്ല് ചെയ്യും. ആ കസ്റ്റമേഴ്സ് മൊത്തം ഇങ്ങോട്ട് കിട്ടും. എന്തുകൊണ്ടാണ് നമ്മുടെ കസ്റ്റമേഴ്സ് പലരും ഹൈ ടിക്കറ്റ് ഓഫർ മേടിക്കാത്തത്? നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളിൽ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, അവനിൽ വിശ്വാസമില്ല. ഞാനിത് മേടിച്ചിട്ട് ഞാനിത് ഉപയോഗിക്കുമോ? എനിക്കിത് ഗുണം പറ്റുമോ? എനിക്കിത് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന അവൻ്റെ കോൺഫിഡൻസ് കുറവ് കൊണ്ടാണ് അവൻ മേടിക്കാത്തത്. നിങ്ങളിലുള്ള വിശ്വാസക്കുറവല്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അവന് ഈ ധൈര്യം കൊടുക്കുകയാണ് വേണ്ടത്. അവൻ്റെ പേടി മാറ്റി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനാണ് ഇർറെസിസ്റ്റബിൾ ബെനിഫിറ്റ് ഓഫറായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞത്. എങ്ങനെ ഇർറെസിസ്റ്റബിൾ ബെനിഫിറ്റ് കൊടുക്കുന്നത്? ഇത് മാത്രം ഓർത്താൽ മതി. ആ ക്വാഡ്രന്റ് ഏത്? ട്രഷർ, ഷിപ്പ്, മാപ്പ്, ക്യാപ്റ്റൻ.